ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ബിടെക് ലാറ്ററൽ എൻട്രിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത കാര്യം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത് 20-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ടു ദ ബിടെക് ലാറ്ററൽ എൻട്രി പ്രോഗ്രാംസ് ഓഫ് ക്യുസാറ്റ് ഫോർ ദ അക്കാദമിക് ഇയർ 2021-22 ആണ് കേട്ടോ. Allotment to various branches of BTech lateral entry program is based on the rank list and the option registered by the candidates. Candidates who have got allotment shall upload scanned copy of originals of all the required certificate and shall pay the fee applicable for the program allotted to them by the way of online payment on or before the last date of payment of fees. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തതനുസരിച്ചിട്ട് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടിയവർ ആദ്യം തന്നെ നിങ്ങളുടെ കോപ്പി സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഒറിജിനൽസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് നിങ്ങളുടെ ഈ ക്യുസാറ്റിൻ്റെ ഈ ഒരു പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ കാണുമല്ലോ, അതിൽ നിങ്ങളുടെ പാസ്വേഡ് ID ഉപയോഗിച്ചിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനും അതിനുശേഷം ഫീസ് അടയ്ക്കാനുള്ള ലിങ്കുകൾ അവിടെ കാണും കേട്ടോ. അവിടെയാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. If a candidate failed to upload all the required certificate and to pay fee before the last date of payment of an allotment, all option of that candidate will be cancelled and she will not be considered for further allotment. However, she can participate in the spot admission. അതായത് ഇപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് വന്നു, നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിലോ ഫീസ് അടയ്ക്കുന്നതിലോ എന്തെങ്കിലും ഇതുകളൊക്കെ പറ്റി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തില്ല, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആയാൽ ഇനി ഒരു അലോട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി the higher option of the candidates who have paid the fee within the stipulated time will stay. All their lower option will be cancelled. For the example, if a candidate got allotment to his third option and paid the fee, his first and second option alone will be considered in the other allotment. If a candidate wishes to remain in option already allotted to him, she has to cancel all the higher option registered by himself by logging to their respective home page. Otherwise, she may be allotted to higher option registered by them in the subsequent allotment, if any, in case vacancies are available in the higher options. In such cases, the lower option already allotted to the candidate will be cancelled without intimation. അതായത് പറഞ്ഞേക്കുന്നത് വേറെ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വച്ചേക്കുന്നതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടിയേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ലോവർ ഓപ്ഷൻസൊക്കെ ക്യാൻസലായിട്ട് പോയിട്ടുണ്ടാവും. മുകളിലെ 2 ഓപ്ഷൻ അവിടെ നിലനിൽക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫർദർ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ഇനി ഈ മൂന്നാമത്തെ ഓപ്ഷൻ മതി, എനിക്ക് ബാക്കി 2 ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ 2 ഓപ്ഷൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് അവിടെ വേക്കൻ്റ് ആണ് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ മതി എന്നുണ്ടെങ്കിൽ ആ 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വേക്കൻസി അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് അവിടെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് താഴെയുള്ള അലോട്ട്മെൻറ്റുകളെല്ലാം ക്യാൻസലായിട്ട് പോകുമെന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഇനി if the candidates who have paid the fees are allotted higher option in the subsequent allotment, the fee already paid by them will be adjusted in the fee of new option allotted. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്രീ സീറ്റാണ് കിട്ടിയേക്കുന്നത്, മീൻസ് സ്റ്റേറ്റ് മെറിറ്റ് ആണ് കിട്ടിയേക്കുന്നത്. അടുത്തത് നിങ്ങൾക്ക് കിട്ടുന്നത് പെയ്ഡ് സീറ്റാണ്, ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ ബാക്കി ഫീസും കൂടി അടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കിട്ടും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു പെയ്ഡ് സീറ്റാണ്, അടുത്തത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ മെറിറ്റിലേക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്ത് അവർ റിട്ടേൺ ചെയ്യും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഹെൻസ് കാൻഡിഡേറ്റ് ആർ ഡയറക്റ്റഡ് ടു ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് ദ അലോട്ട്മെൻറ്റ് ഗ്രാൻഡഡ് ടു ദം ഓൺ എ ഡെയിലി ബേസിസ് till the final is completed. No individual intimation will be given in this regard in any other mode. The schedule of allotment, fee payment, admission, counseling, etc. will be published from the time to time in the website. അതായത്
നിങ്ങളിപ്പോൾ കാൻഡിഡേറ്റ് ഡയറക്റ്റ് ടു ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് ദ അലോട്ട്മെൻറ്റ് ഗ്രാൻഡഡ് ടു ദം ഓൺ ഡെയിലി ബേസിസിൽ നിങ്ങളത് നിങ്ങളുടെ പ്രൊഫൈൽ തുറന്നിട്ട് ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻസ് ഒന്നും ഇൻഡിവിജ്വലായിട്ട്, അതായത് നിങ്ങൾക്ക് മെയിൽ വഴിയോ ഫോൺ വഴിയോ ഒന്നും കിട്ടില്ല. നിങ്ങളത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളും അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളോ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളോ ഒക്കെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിൽ എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനും അതുപോലെ പേയ്മെൻറ്റ് ചെയ്യാനും ലിങ്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ ചില ഡെബിറ്റ് കാർഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളത് നെറ്റ് ബാങ്കിങ് ആണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഫേ വഴികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആകുമ്പോൾ ഒരു 2 മണിക്കൂർ പിടിക്കുന്നുള്ളൂ. എന്നാലും കറക്റ്റായിട്ടത് നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത്രയും വരാറില്ല. ചില ഡെബിറ്റ് കാർഡ് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് പേയ്മെൻറ്റ് ത്രൂ സം ഡെബിറ്റ് കാർഡ് ഹാസ് എ മോണിറ്ററി സീലിംഗ് ആൻഡ് ഇൻ സച്ച് കേസ് ഓപ്ഷൻ ഫോർ നെറ്റ് ബാങ്കിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി റെഫർ പ്രോസ്പെക്ടസ് ക്യുസാറ്റ് ഫോർ ഫീ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫീ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കിയാൽ അറിയാൻ സാധിക്കും. അതിൻ്റെ കൂടാതെ നിങ്ങൾക്ക് PTA-യും DDF-ൻ്റെ ഒരു അത് എല്ലാവർക്കും ഇല്ല, ചിലവർക്ക് മാത്രമാണ് കേട്ടോ. ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഉണ്ടാവും. അതുപോലെ മെട്രിക്കുലേഷൻ ഫീസ് അതൊക്കെ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് പിന്നീട് ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങൾക്കവിടെ അറിയിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്യൂഷൻ ഫീസും ബാക്കി എക്സ്ട്രാ ഫീസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ അത് മാത്രം അടച്ചാൽ മതി. ഈ PTA DDF ഒക്കെ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സാധാരണ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങളെ അറിയിക്കാറുള്ളത് കേട്ടോ. ഇനി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ദ ആപ്ലിക്കൻസ് ടു വേരിയസ് പ്രോഗ്രാം ഓഫ് ദ യൂണിവേഴ്സിറ്റി ഷാൽ ഇൻവേരിയബിളി അപ്ലോഡ് ഗുഡ് ക്വാളിറ്റി സ്കാൻഡ് കോപ്പി ഓഫ് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. അതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പീസ് നല്ല ക്ലാരിറ്റിയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. വേണ്ടത് SSLC ഓർ 10th സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് ആണ്. ഇനി ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് ആണ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും CCയും ചോദിക്കുന്നുണ്ട്. പ്രൂഫ് ഓഫ് കമ്മ്യൂണൽ റിസർവേഷൻ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കമ്മ്യൂണൽ റിസർവേഷൻ വഴിയാണ് ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നതെങ്കിൽ ആ ഒരു ഇതിൻ്റെ കമ്മ്യൂണൽ റിസർവേഷൻ്റെ പ്രൂഫ് വേണം. ഇനി സ്പെഷ്യൽ റിസർവേഷൻ ലൈക്ക് DAC, NRI, CGW, CHD, EWS ഇതൊക്കെയാണ് സ്പെഷ്യൽ റിസർവേഷൻ വരുന്നത്. ഇതിലാണ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റുകളും, ഇപ്പോൾ NRIയുടെ ആണെങ്കിൽ NRI ഡിക്ലറേഷൻ മതിയാവും. ബാക്കി എല്ലാത്തിനും ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് അവിടെ പറഞ്ഞേക്കുന്നതെന്നുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കേരളയാണെന്ന് തെളിയിക്കാനുള്ള സ്റ്റാറ്റസ് വേണം. പിന്നെ നാഷണാലിറ്റിയുടെ സെൽഫ് ഡിക്ലറേഷനും വേണം. അത് മേ ബി ഇതിൻ്റെ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യുസാറ്റിൻ്റെ ലാസ്റ്റ് പേജിൽ, അതായത് ക്യുസാറ്റിൻ്റെ ആ ഒരു പേജ് ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ അക്കാദമിക് അഡ്മിഷൻ എടുക്കുന്നത്, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റിസോഴ്സസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് നാഷണാലിറ്റിയുടെ ഡിക്ലറേഷൻ കിട്ടും. NRIയുടെ ഡിക്ലറേഷനും അവിടെ കിട്ടുന്നതാണ് കേട്ടോ. നാഷണാലിറ്റിയുടെ NRIയുടെ ഡിക്ലറേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇനി ചിലവർ ചോദിച്ചായിരുന്നു, ഞങ്ങൾക്ക് ഇപ്പോൾ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ സെയിം ഓഫ് നോട്ട് അവൈലബിൾ ഇൻ സച്ച് കാൻഡിഡേറ്റ് ഷാൽ സബ്മിറ്റ് സ്കാൻഡ് കോപ്പി ഓഫ് ഡിക്ലറേഷൻ വിത്ത് സിഗ്നേച്ചർ അഫിക്സഡ് സ്റ്റേറ്റിംഗ് ദാറ്റ്, അതായത് ഇങ്ങനെ എഴുതിയിട്ട് മാർക്ക് ലിസ്റ്റ് ഓഫ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ വിൽ ബി പ്രൊഡ്യൂസ്ഡ് ലേറ്റർ but before registration for the first semester examination I am aware of the fact that university reserves the right to cancel my candidates, remove me from the rolls if I fail to upload or produce the document to substains my educational qualification before the registration of first semester exam. അതായത് നിങ്ങളിപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആ ഒരു എനിക്കറിയാം ഇപ്പോൾ 6th സെമ്മിൻ്റെയൊക്കെ എക്സാമിൻ്റെ ഡിപ്ലോമയുടെ റിസൾട്ട് വന്നിട്ടില്ല. അങ്ങനെയുള്ളവർ ഒരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി കേട്ടോ. അതായത് ഞാൻ ഈ ഒരു എനിക്കറിയാം ഇത് ക്യാൻസൽ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെം എക്സാമിന് മുമ്പായിട്ട് എൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ ഞാൻ ഹാജരാക്കിയേക്കാം എന്നുള്ളത് ഉള്ളതായിട്ട് സെൽഫ് ഡിക്ലറേഷൻ, അതായത് ഒരു വെള്ള പേപ്പറിൽ നിങ്ങളത് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നിങ്ങളുടെ ഫസ്റ്റ് സെം എക്സാമിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ അവിടെ ഹാജരാക്കാൻ ശ്രമിക്കണം. അത്രയും അങ്ങ് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടണോ അത് നിങ്ങൾ അവിടെ ഹാജരാക്കണം കേട്ടോ.
പിന്നെ നാഷണാലിറ്റിയുടെ സെൽഫ് ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞായിരുന്നു, അത് നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നുള്ളത്. അടുത്തത് TC-യും CC ആണ്. അതിലും നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെയും ഡിക്ലറേഷൻ തന്നെ മതിയാവും കേട്ടോ. TC-യിലും CC-യിലും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണൽ റിസർവേഷൻ, സ്പെഷ്യൽ റിസർവേഷൻ, ഈ 2 സർട്ടിഫിക്കറ്റുകൾ ഒഴിച്ച് ബാക്കി ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിക്ലറേഷൻ കൊടുക്കാം. പക്ഷേ കമ്മ്യൂണൽ റിസർവേഷനും അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും സ്പെഷ്യൽ റിസർവേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഡിക്ലറേഷൻ മതിയാവില്ല. ആ ഒരു സർട്ടിഫിക്കറ്റുകൾ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ കമ്മ്യൂണൽ റിസർവേഷൻ്റെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് സർട്ടിഫിക്കറ്റുകൾ വേണ്ടത്? ഇപ്പോൾ KSC KST ആണെങ്കിൽ അവരുടെ തഹസിൽദാറിൻ്റെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ അവരുടെ ഏത് സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കൊന്ന് നോക്കാം കേട്ടോ. ഇനി വേറെ പറയുന്നത്, ഇഫ് candidate failed to upload the required certificate before the time is a claim for admission to the program under the category claimed by, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാറ്റഗറിയിലൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്, ആ സമയത്തിന് മുമ്പ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തില്ലെങ്കിൽ അത് ക്യാൻസലായി പോകും. അതിന് നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദി എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ഓൾ സർട്ടിഫിക്കറ്റ് ബൈ കൺസേൺ സ്കൂൾ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ബിഫോർ ദ സ്പെസിഫൈഡ് ഡേറ്റ്, അത് പിന്നീട് അറിയിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യാനായിട്ട് അത് നിങ്ങൾ എങ്ങനെ ചെയ്യണം, നേരിട്ട് കൊണ്ടുവരണോ അല്ലെങ്കിൽ പോസ്റ്റിൽ അയക്കണോ എന്നുള്ളതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അതനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അത് തന്നെയാണ് ഇതിലും പറഞ്ഞേക്കുന്നത്. സ്റ്റാറ്റസ് ഓഫ് ദ അലോട്ട്മെൻറ്റ് ഓൺ ഡെയിലി ബേസിസ് ടിൽ ദ അലോട്ട്മെൻറ്റ് പ്രോസസ് ഈസ് കംപ്ലീറ്റ്. കാൻഡിഡേറ്റ് ഹാവ് ഡയറക്റ്റ് ടു ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് ഓൺ ദ ഡെയിലി ബേസിസ് ടിൽ ദ അലോട്ട്മെൻറ്റ് പ്രോസസ് ഈസ് കംപ്ലീറ്റഡ്. അത് പിന്നെയും ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇനി റിഗാർഡിംഗ് ദ ക്ലാസ് തുടങ്ങുന്നത് ആ ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതൊക്കെ ആ ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വെറുതെ സൈറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് നാഷണാലിറ്റി ഡിക്ലറേഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെറ്റിൻ്റെ ഇതായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളില്ലെങ്കിൽ നിങ്ങളത് അവിടെ ഡിക്ലറേഷൻ ചെയ്യുക. അതായത് ഒഴിച്ച് ഏതൊക്കെ കമ്മ്യൂണൽ റിസർവേഷൻ, സ്പെഷ്യൽ റിസർവേഷൻ ഒഴിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞു പോയേക്കുന്ന മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ CC-യോ എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പകരം ഡിക്ലറേഷൻ വെക്കാവുന്നതാണ്. പിന്നെ എടുത്ത് പറയുന്നു, കമ്മ്യൂണൽ റിസർവേഷന് ഒരു ഡിക്ലറേഷനും സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് അടുത്ത ആൾക്ക് ക്യാൻസലായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫീസൊക്കെ എത്രയാണെന്നുള്ളത് പ്രോസ്പെക്ടസ് ഉണ്ടാവും. ഓൾറെഡി ആ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അടച്ചു കഴിയുമ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങളുടെ ഫീസ് കാണിക്കും. നേരത്തെ അറിയണം എന്നുണ്ട്, പൈസ കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലെറ്റിൻ്റെ ഫീസൊക്കെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. ടേക്ക് കെയർ. താങ്ക് യു.